മക്കളെ ഏതാ നോക്കിയാൽ y is equal to cos inverse of 1 minus h square by 1 plus h square. ഓക്കെ, സോ ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും കോസ് ഇൻവേഴ്സിന്റെ നമുക്കറിയാം -1/√(1 minus h square ആവും. എക്സിന് പകരം എന്താണ്ട് ഇത്രയും ടേം കൊടുത്ത് ഒക്കെ ചെയ്യുന്ന എന്താ ഒരു ഹെക്ടിക് പ്രോസസ് ആയിരിക്കും. അതിനെക്കാട്ടി മുമ്പേ നമുക്ക് ആദ്യമേ ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് dy/dx കണ്ടുപിടിക്കാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ ഇൻവേഴ്സ് പഠിച്ചപ്പോൾ ഒരു 100 വട്ടം നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലയോ. 1 minus h square by 1 plus h square വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും, x equal to എന്ത് കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ x equal to tan theta കൊടുക്കും. x equal to എന്ത് കൊടുക്കും, tan theta കൊടുക്കും. സോ tan theta കൊടുക്കുമ്പോൾ ഇതെന്താവും, 1 minus എക്സിന് ടാൻ തീറ്റ, എക്സിന് എന്ത് വന്നു, ടാൻ തീറ്റ വന്നു. സോ 1 minus tan square theta by 1 plus tan square theta ആവും. ഈ സാധനം എന്താടാ, ഇത് cos 2 theta. ഇതെന്താ, cos 2 theta. നമ്മൾ ഇൻവേഴ്സിൽ ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇത് വന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 1 minus tan square by 1 plus tan square എന്താ, cos 2 theta എന്ന്. എങ്ങനെ ഇത് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ, നമുക്കറിയാം നമ്മൾ ഡെറിവേഷൻ നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ അത് വന്ന വഴിയും കൂടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറേ ഇക്വേഷൻസ് അടുക്കി കാണാതെ പഠിക്കുമ്പോഴല്ല നമ്മൾ ഇക്വേഷൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഇക്വേഷൻസ് ഓർത്തിരിക്കുന്നത്, അത് വന്ന വഴിയും കൂടെ ഓർത്തിരിക്കുമ്പോഴാണ് ആ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ആലോചിക്കുന്നത് എങ്ങനെ, ഒരു കാര്യം ഓർത്തിരിക്കുന്നത് എങ്ങനെ, നമുക്കറിയാം കുറേ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുമ്പോഴാണ് ഒരു സാധനം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഓർമ്മ വരുന്നത് അല്ലേ. നമുക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സാധനം ഓർത്താൽ മതി, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ മതി. അതുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് കാണും, ഒരുപാട് ഓർമ്മകൾ കാണും. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓർത്തിരിക്കുന്നത്. സോ എപ്പോഴും ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ഡെറിവേഷൻസും നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് പുതിയ ഇക്വേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനും അതുപോലെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാണല്ലോ എന്ന് ഓർക്കാനും ഒക്കെ ഉള്ള ഒരു സ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കുട്ടികളുടെ ഒരു പൊതുവായ പരാതിയായിട്ട് ട്രിഗണോമെട്രിക്ക് പഠിക്കുമ്പോൾ ഇത്ര ഇക്വേഷൻസ് കാണാതെ പഠിക്കണം, ഇത് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, ഇങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്താ, അത് വന്ന വഴി ഓർത്തിരുന്ന് തന്നെ ആ ഇക്വേഷൻസ് പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് എന്ത് ചെയ്ത് നോക്ക്, പഠിച്ച് നോക്ക്. ഓക്കെ, സോ 1 minus tan square theta by 1 plus tan square. ഇത് എങ്ങനെ വന്നത് നമുക്കറിയാം. cos 2 theta എന്ന് പറഞ്ഞാൽ എന്താ, cos square theta minus sin square theta അല്ലേ. cos 2 theta cos theta plus theta എന്ന് എഴുതാം. അപ്പോൾ cos theta into cos theta minus sin theta into sin theta എന്ന് വരും. സോ cos theta into cos theta cos square theta minus sin theta into sin theta sin square theta അല്ലേ. cos of x plus y എക്സ്പാൻഷൻ നോക്ക്, cos of ഇത് 2 theta ആണെങ്കിൽ theta plus theta എക്സ്പാൻഡ് ചെയ്ത് നോക്ക്, അതായത് വന്നത്. ഇനി ഡിവൈഡഡ് ബൈ എന്തോന്ന് എഴുതാം, 1 നമുക്ക് എങ്ങനെ എഴുതാം, cos square theta plus sin square theta എന്ന് എഴുതാം. ഇനി കംപ്ലീറ്റ് മുകളിലും താഴെ cos square കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. cos square by cos square എന്താവും, 1 ആവും. sin by cos എന്താവും, tan. sin square by cos square എന്താവും, tan square ആവും. ഡിവൈഡഡ് ബൈ cos square by cos square എന്താവും, 1. sin square by cos square എന്താവും, tan square. കണ്ടോ, ഓക്കെ ആണ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് ടാൻ തീറ്റ കൊടുക്കുക. എക്സിന് എന്ത് കൊടുക്കാം, ടാൻ തീറ്റ കൊടുക്കുക. എക്സിന് ടാൻ തീറ്റ കൊടുക്കുക. സോ y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 1 minus tan square theta divided by 1 plus tan square theta which is equal to cos inverse of നമുക്കറിയാം ഇതെന്താ, cos 2 theta. ഇതെന്താ, cos 2 theta. കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസൽ ആയി പോകും, 2 തീറ്റ എന്ന് ആൻസർ കിട്ടും. അതായത് 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ എന്തെങ്കിലും തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇപ്പുറത്തോട്ട്. സോ ടാൻ ഇൻവേഴ്സ് എക്സ്, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ ആൻസർ ആയി. y ഈസ് ഈക്വൽ ടു, അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു dy/dx. ലെഫ്റ്റിലും റൈറ്റിലും ഡെറിവേറ്റ് ചെയ്യുക. 2നെ അതേപോലെ എഴുതി. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 plus h square. സോ 2 divided by 1 plus h square ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ.